ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനേ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനേ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ. പതിനായിരങ്ങളിൽ അതിസുന്ദരനാം ആഴിയെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ. പതിനായിരങ്ങളിൽ അതിസുന്ദരനാം ആഴിയെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ. പുഴിയെ നാഴി കൊണ്ടളക്കുന്നവൻ, പുഴിയെ നാഴി കൊണ്ടളക്കുന്നവൻ. മാറത്ത് പൊൻകച്ച അണിഞ്ഞവനേ, കണ്ടുവോ എൻ പ്രിയനേ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനേ, കേട്ടുവോ ഇമ്പസ്വരം. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം. വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ദൈവത്താൽ സകലവും സാധ്യം. ദൈവത്തിന് സകലവും സാധ്യം. ആത്മാവാം ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ, പഠിപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രയേശു നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനം. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ബട്ട് ജീസസ് beheld them and said unto them, with men this is impossible, but with God all things are possible. ആമേൻ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ ഇതേ ചോദ്യം തന്നെ കർത്താവ് ചോദിക്കുന്നുണ്ട്. ഉൽപ്പത്തി 18:14. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? എബ്രാത്തിനും സാറയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ സാറാമ്മച്ചി ഊറി ഊറി ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്നറിയാവോ? ദൈവത്തിന് എനിക്കൊരു കുഞ്ഞിനെ തരാൻ സാധ്യമല്ല എന്ന്. കാരണം അതിൻ്റെ എല്ലാ സാധ്യതകളും ഒട്ടി ഉണങ്ങിപ്പോയി. പറയുന്നത് ആരാണെന്നുള്ള ആ ഒരു അവയർനെസ്, ബോധം സാറാമ്മച്ചിക്കില്ലായിരുന്നു. ഈ ചോദ്യം ഉന്നതനായ ദൈവത്തിൽ നിന്ന് വന്നതാണ്. യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ ഇന്നും ചോദിക്കുന്നുണ്ട് കർത്താവ് ഈ ചോദ്യം. ഈ മനുഷ്യന് ചിന്തയ്ക്ക് പരിമിതിയുണ്ട്. ഒരു ചെറിയ ബ്രെയിനല്ലേ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ചിന്തകളൊക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വലിയ മലയും വലിയ പ്രശ്നങ്ങളും ഒക്കെ. ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോരുന്നതെന്നുള്ള ചോദ്യം എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അവനെ സൃഷ്ടിച്ച സിട്ടാവിനല്ലേ അറിയുള്ളൂ. ചോദ്യം ഉന്നതനായ ദൈവത്തിൽ നിന്നാണെന്നും ചോദിച്ചത് മനുഷ്യനായ ഇബ്രാഹാമിനോടാണെന്നും യഹോവ ആരാണെന്നും വചനം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോവാം. 40-ാം അധ്യായം 12-ാം തിരുവചനം. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ
പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആർ? ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ടാകും നമ്മുടെ കർത്താവ് യേശുവാണെന്ന്? ഹല്ലേലൂയ. ചില ക്രിസ്ത്യാനിക്ക് ഇപ്പോഴും യേശു ദൈവമാണെന്നുള്ള ബോധം ഇല്ല. സ്തോത്രം. ഇൻവെർട്ടഡ് കോമയിലാണ് ചില ക്രിസ്ത്യാനികൾ. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് കൃത്യമായി പറയാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇതൊന്നും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതല്ല, ഇതെല്ലാം നേരത്തെ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്. അവൻ ഇങ്ങനെ ഓരോന്നായി ആ രഹസ്യങ്ങളെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പുകഴാൻ മനുഷ്യനൊന്നുമില്ല. ആ കണ്ടുപിടുത്തത്തിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്. അത് സൃഷ്ടാവായ ദൈവമാണ്. എന്നാൽ സർവശക്തനായ ദൈവം നക്ഷത്രങ്ങളെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവനും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നവനും ആകുന്നു. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോൾ അവിടെ വായിച്ച സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് വായിച്ചത്: മനുഷ്യനെ നീ ഓർക്കാൻ അവൻ എത്രമാത്രം എന്തുള്ളൂ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ആര്? ദാവീദ്. 136 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഏറ്റുപാടിയത്. എത്ര അത്ഭുതങ്ങളാണ് ആ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇല്ലേ? സ്തോത്രം. ഹോംവർക്കായിട്ട് ആ സങ്കീർത്തന അധ്യായം വായിക്കണം. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യരാൽ അസാധ്യം, എന്നാൽ നമ്മുടെ ദൈവത്താലെല്ലാം സാധ്യം. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ചോദിച്ചില്ലേ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. സ്തോത്രം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ തിന്നാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാലസിംഹം തൂങ്ങിച്ചെത്തുന്നു? സ്തോത്രം. 2 കുരുവികൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. നമ്മൾ എത്ര സന്തോഷമുള്ളവരാണ്, അല്ലേ? ആ മനുഷ്യനെ നോക്കിക്കേ, അവനെപ്പോഴും ഭാരവും പ്രയാസവും ഒക്കെയാണ്. സ്തോത്രം. പശു എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് സ്വസ്ഥമായിട്ട് അവിടെ കിടന്ന് അതിങ്ങനെ അയവിറക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴും മനുഷ്യന് വയറ് നിറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ അവൻ്റെ ചിന്താഗതി ഒരല്പം കൂടെ തരുമോ, അല്പം കൂടെ തരുമോ. 100 പവൻ സ്ത്രീധനം കൊടുത്താലും 1 പവൻ കൂടെ തരുമോ എന്നുള്ള ആർത്തിയാണ്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല, കേൾക്കാതെ കണ്ട് ഒളിഞ്ഞിരിക്കുന്നവരുടെ കാര്യമായി പറയുന്നത്. ഇത്ര അത്ഭുതങ്ങൾ കണ്ട ജനമാണ് ഇസ്രായേൽ ജനം. എന്നിട്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് ശക്തിയില്ലെന്ന് അവർ വിശ്വസിച്ചു. അതിൻ്റെ തെളിവാണ് അവർ ചോദിച്ച പല ചോദ്യങ്ങളും. അവർ അത്യുന്നതനോട് മത്സരിച്ച് ഇങ്ങനെ ചോദിച്ചു. എങ്ങനെ? 78 സങ്കീർത്തനം 19 വാക്യത്തിലുണ്ട് ആ ചോദ്യം. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? മേശ ഒരുക്കിയില്ലേ? ഒരുക്കി. അവരുടെ മരുഭൂമിയിലുള്ള യാത്രയിൽ അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ കൂടെ ഒരു ബാറ്റ കമ്പനി കർത്താവ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടുത്ത വസ്ത്രം ജീർണിച്ചു പോയില്ല. അപ്പം അതിൻ്റെ അർത്ഥം വലിയൊരു വസ്ത്രശേഖരം, ഒരു വസ്ത്രം ഉണ്ടാക്കുന്ന വലിയൊരു മില്ല് അവരുടെ കൂടെ പോയി. സ്തോത്രം. ഇതൊന്നും ബൈബിളിലുള്ള കാര്യമില്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഒരു ആശയമാണ്. സ്തോത്രം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. ചിന്തിക്കുന്നതിനും അത്യന്തം പരമായി, ചോദിക്കുന്നതിനും അത്യന്തം പരമായി തൻ്റെ മക്കളെ അണിയിച്ചൊരുക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ നീ ആ ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? സ്തോത്രം. ഇനി മരുഭൂമി പോകേണ്ട നമ്മളായിരിക്കുന്ന ഈ കരയിൽ തന്നെ, ഈ സാഹചര്യത്തിൽ തന്നെ ദൈവത്തിന് അസാധ്യമാണ് എന്നുള്ള ഒരു കടുകുമണിയോളം ഒരു മുടിനാരിഴ വണ്ണത്തിൽ പോലുള്ള ഒരു ചിന്ത നിന്റെ ഉള്ളിൽ കടന്നു വരരുത്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന നേരിട്ട് കണ്ട ശിഷ്യന്മാർ മറ്റൊരു യോഗത്തിൽ യേശുവിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യം എവിടെയാ? മത്തായി 15:33 ഇത്രയും വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം നമുക്ക് ഈ വിജനപ്രദേശത്ത് എവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ പറയേണ്ടത് ഇപ്രകാരമായിരുന്നില്ലേ? എപ്രകാരം? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനെ, നിനക്കത് സാധ്യമല്ലല്ലോ എന്ന്, ഇല്ലേ? മനുഷ്യന്റെ പ്രത്യേകത അതാണ്. ഇന്നെന്നെ വഴി നടത്തുന്ന ദൈവം നാളെയും എന്നെ വഴി നടത്തിയിരിക്കും. അപ്രകാരം ഒരു വിശ്വാസമുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് ദൈവം ഉത്തരം തന്നിട്ടില്ലേ? തന്നിട്ടുണ്ടോ ഇല്ലയോ? എന്താ മറുപടി? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ, ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു ഉത്തരമാണ്. അതിനേക്കാൾ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്തുവാൻ ദൈവം ശക്തനല്ലേ? സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയണം, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. സ്തോത്രം. എത്ര പറഞ്ഞാലും ചില വ്യക്തികൾ ഈ ചെറിയ കാര്യത്തിന് പോലും ആകുലപ്പെട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നിട്ടും ചെറിയ പ്രശ്നങ്ങൾ പോലും വരുമ്പോൾ എന്തിന് ചഞ്ചലപ്പെടുന്നു? പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സകലവും സാധ്യമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ദൈവം ഉത്തരം അരുളാത്തത്. എല്ലാ അത്ഭുതത്തിൻ്റെയും ഒരടിസ്ഥാനമുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഒരടിസ്ഥാനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ഡു യു ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്? എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ? നാം ഓരോ വിഷയത്തിൻ്റെയും മുൻപിൽ പതറിപ്പോകേണ്ടതില്ല. നാം അവിശ്വസ്തരായി പാർത്താലും ദൈവം നമ്മോട് എന്നും വിശ്വസ്തത കാട്ടുന്നു. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ എന്തു ചെയ്യേണ്ട? ഭയപ്പെടേണ്ട. ധീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സദൃശവാക്യം 29-25, മനുഷ്യഭയം ഒരു കെണിയാവുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ദൈവത്തെക്കാൾ ഇന്നും മനുഷ്യന് പേടി മനുഷ്യനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ മനുഷ്യ ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് അറിഞ്ഞിട്ട് നീ അനുസരിക്കാതെ കണ്ട് ഇപ്പോഴും പാരമ്പര്യത്തിൻ്റെ പുറകെ തൂങ്ങിക്കിടക്കുന്നേ? ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ നിന്റെ പാരമ്പര്യത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാം കൂടി അടിച്ചോടിക്കുമെന്നുള്ള പേടിയല്ലേ? നീ ഭയപ്പെടുന്ന ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവൻ വേറൊരു 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളാൻ കഴിയുള്ളവനെ ഭയപ്പെട്ടാൽ മതിയെന്ന്. സ്തോത്രം. അതുകൊണ്ട് വീരുത്വത്തെ ആത്മാവിലെയല്ല, ധൈര്യത്തിൻ്റെ, ശക്തിയുടെയും സമാധാനത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. വിശുദ്ധ പൗലോസിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 തിമോത്തി 1:12. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഈ തിരുവചന ഭാഗം മനഃപ്പാഠമാക്കിയിരിക്കണം. നിങ്ങളും മനഃപ്പാഠമാക്കുക. നിങ്ങളുടെ തലമുറയെയും ഈ വചനം മനഃപ്പാഠം പഠിപ്പിച്ചിരിക്കണം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയ്ക്ക് സമ്പാദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വചനമായത്. സ്തോത്രം. നശിച്ചു പോകുന്നത് സമ്പാദിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത് സ്തോത്രം. അവർ വൃദ്ധരായാലും അവരുടെ വാർദ്ധക്യത്തിൽ വിട്ടുമാറാതെ അവരുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു തിരുവചനമാണിത്. ഇന്നത്തെ കുഴപ്പം എന്താണെന്നറിയാം? ആരിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നിനക്കൊരു ബോധമില്ല. യേശു ദൈവമാണെന്ന് പോലും ഇപ്പോഴത്തെ ചില മേലധ്യക്ഷന്മാർക്ക് പോലും ബോധമില്ല. അതുകൊണ്ടാണല്ലേ സ്തോത്രം വിജാതീയ മാർഗക്കാർ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ പുറകെ പോയി അവിടുത്തെ നേർച്ച കാഴ്ചകളൊക്കെ കൊടുത്തിട്ട് പറയണേ, എടാ നീ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണേന്ന്. ഒരു ബിഷപ്പിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ യേശു ആരാ? ബിഷപ്പെ നിങ്ങൾക്ക് സ്തോത്രം. പൗലോസിൽ നിന്ന് പഠിക്കുക. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പോൾ ഈ തിരുവചനം നിങ്ങളും കാണാൻ പഠിക്കുക, മക്കളെയും പഠിപ്പിക്കുക. പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും വിശ്വാസത്താൽ ഉറക്കാം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുക, ലോകമേ നിനക്ക് പലതും അസാധ്യമാണ്, എന്നാൽ എൻ്റെ കർത്താവിന് സകലതും സാധ്യമാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. സ്തോത്രം. ഈ മതിലെന്ന് പറയുമ്പം നിന്റെ അയൽവാസിയുടെ മതിലല്ല. നിന്റെ മുൻപിൽ പിശാച് കൊണ്ടേയിടുന്ന ഏത് പ്രശ്നവും ഒരു മതിൽ പോലെയാണ്. അതെൻ്റെ ദൈവത്താൽ ഞാൻ ചാടിക്കടക്കും. അതാണ് വിശ്വാസം. അസാധ്യം എന്നത് സാത്താൻ്റെ നിഘണ്ടുവിലെ വാക്കാണ്. ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല. കുറിവാക്യം വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി 19:26. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ വിടുതലിനായി, സ്വാതന്ത്ര്യത്തിനായി, പ്രത്യാശയ്ക്കായി, വിശ്വാസത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ പതറി നിൽക്കുമ്പോൾ ഈ തിരുവചനം ഞങ്ങളെ ശക്തീകരിച്ച് മുന്നോട്ട്
നയിക്കുന്നതിനായി സ്തോത്രം. ആത്മാവും ദൈവം ഞങ്ങൾ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പടചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളിയായി മുന്നോട്ടോടുവാൻ കൃപ ചെയ്യണമേ. യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ദുഷ്ടശക്തി ഒരുക്കിയിരിക്കുന്ന നെറ്റിൽ പോയി വീഴാതെ, കെണിയിൽ ചെന്ന് വീഴാതെ, ഹല്ലേലൂയ, സകലതും വിവേചിച്ചറിയാനുള്ള സ്വർഗീയ പരിജ്ഞാനം മക്കൾക്ക് അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഓരോ ദിവസവും ഞങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആനുകാലിക സംഭവങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നടക്കുമ്പോൾ തിരുവചനത്തിൽ ആ സത്യങ്ങൾ അവിടുന്ന് നേരത്തെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുക. സ്തോത്രം. അവിടുത്തെ വരവിനായി ധൈര്യത്തോടെ ഒരുങ്ങി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തും ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവായിരിക്കും. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളംകൈയിൽ അവരെ വഹിക്കണമേ കർത്താവേ. ഓ സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു വാക്കിനാലവൻ ഉരുവാക്കി ലോകം, തൻ പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ. ഒരു വാക്കിനാലവൻ ഉരുവാക്കി ലോകം, തൻ പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ. മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ, മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ, ആദിയും അന്ത്യനും ആയവനെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാ